പടച്ചവനെ റൂഹ് പിടിക്കുന്ന സമയത്ത് എങ്ങനാ റൂഹ് പിടിക്കുന്നതെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, മതാ നമ്മൾ കോഴി അറുക്കാറുണ്ട്, ആടിനെ അറുക്കാറുണ്ട്, പോത്തിനെ അറുക്കാറുണ്ട്. എല്ലാ വസ്തുക്കളും എല്ലാ ജീവജാലങ്ങളും മനുഷ്യനൊടിച്ചിട്ട് ബാക്കി എല്ലാ ജീവജാലങ്ങളും മരിക്കുന്ന സമയത്ത് കയ്യും കാലും തലയും എടുത്ത് അടിച്ചിട്ടാണ് മരിക്കുന്നത്. പക്ഷേ മനുഷ്യൻ മരിക്കുമ്പോ കൈകാലുകളിട്ട് അടിക്കാറില്ല. ഈ മനുഷ്യൻ മരിക്കുകയാണെന്ന് കണ്ണിന്റെ മുന്നിൽ നിൽക്കുന്നവന് പോലും അറിയാത്ത രീതിയിൽ മരിക്കുന്നവരുണ്ടല്ലോ. കൈകാലുകളെടുത്ത് അടിക്കാത്തത് എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, റൂഹ് പിടിക്കാൻ വരുന്നത് അസ്റായീൽ മാത്രമല്ല, എന്റെ പ്രിയമുള്ളവരെ, 500 മലക്കുകളാണ് റൂഹ് പിടിക്കാൻ വരുന്നത്. ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകൾ 500 മലക്കുകളാ. അല്ലാഹുവേ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ വലതു ഭാഗത്ത് 280 മലക്കുകള്, ഇടതു ഭാഗത്ത് 280 മലക്കുകള്. അസ്റായീല് തലയുടെ ഭാഗത്ത് കൈകാലിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാ. നീ എത്ര അടിക്കണമെന്ന് വിചാരിച്ചാലും നിന്റെ കയ്യും കാലും പൊക്കി അടിക്കാൻ കഴിയില്ല. 500 മലക്കുകൾ നിന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാ. അല്ലാഹുവേ, ഉളുഹി അറുക്കുന്ന സമയത്ത് പോത്തിന്റെ കാലും കയ്യും കെട്ടിയിട്ടിട്ട്, റബ്ബേ, ആ കെട്ടിയിട്ടിരിക്കുന്ന സമയത്ത് പോലും അത് കൈകാലുകളിട്ടടിക്കുമെങ്കിൽ, തലയിട്ടടിക്കുമെങ്കിൽ, മനുഷ്യ, 500 മലക്കുകൾ നിന്റെ കയ്യും കാലും പിടിക്കണമെങ്കിൽ ആ മരണത്തിന്റെ വേദനയൊന്ന് സങ്കൽപ്പിക്കുവാപ്പാ. റൂഹിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാ. അസ്റായീൽ തലയുടെ ഭാഗത്ത് നിൽക്കുകയാണ്. പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി പൈസ ചോദിച്ചിട്ട് സമ്പത്ത് അല്ലാഹു തന്നിട്ട് വീടിനകത്ത് ലക്ഷങ്ങൾ സമ്പാദിച്ചു വെച്ചിട്ട് കൊടുക്കാത്തവര് ഇങ്ങനെ റൂഹ് പിടിക്കുന്ന സമയത്ത് നീ കിടന്ന് കരയുകയാണ്. നീ ചോദിക്കുന്നു, അസ്റായീലേ, എനിക്കൊരു സെക്കൻഡ് തരുമോ അസ്റായീൽ? എനിക്കൊരു നിമിഷം തരുമോ അസ്റായീൽ? അസ്റായീൽ തലയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കും, എന്തിനാടാ കടന്ന് തെണ്ടുന്നത്? നിസ്കരിക്കാനാണോ? നോമ്പ് പിടിച്ച് നിസ്കരിക്കാനാണോ? ദിക്റുകൾ പറയാനാണോ? മാതാപിതാക്കളെ കാണാനാണോ? ഭാര്യയോട് പൊരുത്തം ചോദിക്കാനാണോ? എന്തിനാടാ ഇങ്ങനെ കിടന്ന് യാചിക്കുന്നത്? ആ സമയത്ത് പറയുന്നു, അസ്റായീൽ, എന്റെ വാപ്പ വെറും കൈയോടെ പോയി, എന്റെ ഉമ്മയും വെറും കൈയോടെ പോയി, ഞാൻ കണ്ട ജനാസകൾ മുഴുവനും വെറും കൈയോടെയാണ് പോയത്. പക്ഷേ ഞാൻ എന്നിട്ടും പഠിച്ചില്ല അസ്റായീൽ, ഞാൻ എന്നിട്ടും പഠിച്ചില്ല അസ്റായീൽ. കൊട്ടാരം പോലെയുള്ള വീട് വിട്ടിട്ട് 6 അടി മണ്ണിനകത്ത് എത്രയോ പേരുടെ മയ്യത്ത് വെച്ചിട്ട് ഞാൻ എന്റെ കൈ കൊണ്ട് മണ്ണ് വാരിയിട്ട അസ്റായീൽ. എന്നിട്ട് ഞാൻ ചിന്തിച്ചില്ല ഞാനും ഒരു ദിവസം ഇതുപോലെ പോകേണ്ടവനാണെന്ന്. എത്രയോ പേര് എന്റെ വീടിന്റെ മുന്നിൽ വന്ന് കൈ നീട്ടിയിട്ട് പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി എന്റെ മുന്നിൽ എത്രയോ പേര് ചോദിച്ചു അസ്റായീൽ. അന്നൊന്നും ഞാൻ കൊടുത്തില്ല അസ്റായീൽ. അതുകൊണ്ട് അസ്റായീലേ, ലക്ഷങ്ങളൊന്നും കൊടുക്കണ്ട, 1 മിനിറ്റ് എനിക്ക് തരൂ. 1 രൂപയെങ്കിലും ഞാൻ ആർക്കെങ്കിലും ഒന്ന് കൊടുക്കട്ടെ അസ്റായീൽ. അസ്റായീൽ ചോദിക്കുകയാ, 30, 40, 50, 60 കൊല്ലവല്ല നിനക്ക് തന്നില്ലായിരുന്നോ? അന്നൊന്നും നിനക്ക് കൊടുക്കാൻ മനസ്സില്ലായിരുന്നല്ലോ. എടാ, നിനക്ക് അവസരമില്ലടാ. വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അനുഭവിക്കടാ എന്ന് അസ്റായീൽ നിന്റെ മുന്നിൽ കിടന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി റബ്ബേ 1 ഗ്രാമിന്റെ സ്വർണത്തിന്റെ പൈസയെങ്കിലും കൊടുത്താ അല്ലാഹ് നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? റൂഹിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്.
റൂഹിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാ. വേദന സഹിക്കാൻ കഴിയുന്നില്ല, വേദന സഹിക്കാൻ കഴിയുന്നില്ല. നീ കിടന്ന് കരയുമ്പോ അസുറായിൽ ചോദിക്കുകയാ, എന്തിനാടാ കരയുന്നത്? നിനക്ക് സഹിക്കുന്നില്ലേ? നിനക്ക് സഹിക്കുന്നില്ലേ? നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ലേ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്സിറൂ ബിൽ ജന്നാ. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? പടച്ചവരെ, മരണവേദന സഹിക്കാൻ കഴിയാതെ നീ കിടന്ന് കരയുന്ന സമയത്ത് അസ്റായിൽ നിന്നോട് ചോദിക്കുന്നു, എന്തിനാടാ കരയുന്നത്? എന്തിനാടാ പേടിക്കുന്നത്? എന്തിനാടാ വിഷമിക്കുന്നത്? നിന്നെ കൊണ്ട് മരണവേദന സഹിക്കാൻ കഴിയുന്നില്ലേ? എങ്കിലും നോക്കടാ, നോക്കടാ. വഅബ്സിറൂ ബിൽ ജന്നാ. ഇതാണടാ പടച്ചവന്റെ സ്വർഗം. നീ കൊടുത്ത സദഖയുടെ പ്രതിഫലം ഈ സ്വർഗമാണ്. ഈ സ്വർഗത്തിന്റെ അനുഗ്രഹത്തിലേക്ക് നോക്കുമോര്. മരണവേദന നിനക്കറിയില്ല, മരണവേദന നിനക്കറിയില്ല. ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കലോ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമല്ലേ ജീവിക്കുന്നത് സ്വർഗത്തിൽ പോകാനല്ലേ? പെങ്ങളെ, മരിക്കുന്ന സമയത്ത് അസ്റായിൽ ഇങ്ങനെ സ്വർഗം കാണിച്ചു തരുമ്പോ ആ സ്വർഗത്തിൽ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എണ്ണക്കകത്ത് നിന്ന് നൂല് വലിച്ചെടുക്കുന്നത് പോലെ അസ്റായിൽ നിന്റെ റൂഹ് പിടിക്കുകയോ. മരണവേദന നീ അറിയുന്നില്ല. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ചെറുവട്ടൂര് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് പടച്ചവന്റെ പരലോകത്തേക്ക് നാളെ ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരുമ്പോ ഈ പാതിരാത്രി ഒരുമിച്ച് കൂടി ആയിരക്കണക്കിന് ആൾക്കാർ പടച്ചവരെ ഇവിടത്തെ ഖബർസ്ഥാനിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയുടെ രൂപത്തില്, പിന്താരത്ത് കൊടിവെച്ച് വരുന്നവൻ, ഇടഞ്ഞു വരുന്നവന്, നടന്നു വരുന്നവന്, കുഷ്ഠരോഗിയെ പോലെ വരുന്നവന്, കഴുതയുടെ രൂപത്തില് കിടന്നു വരുന്നവന്, 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പറവകളെ പോലെ പറക്കുകയാണ്. ഒരു വിഭാഗം ഖബറിനകത്ത് നിന്ന് എഴുന്നേൽക്കുന്നത് പറവകളെ പോലെ പറന്നുയരുകയാണ്. റബ്ബിന്റെ കോടതിയുടെ മുകളിലൂടെ പറവകളെ പോലെ പറക്കുകയോ. വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാത്ത തലയുടെ മുകളിൽ സൂര്യദിച്ച് നിൽക്കുന്ന പടച്ചവന്റെ പരലോകമുണ്ടല്ലോ. കൊച്ചു കുഞ്ഞുങ്ങളുടെ മുടി പോലും നരച്ചു പോകുന്ന ദിവസമുണ്ടല്ലോ. വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും കൂടപ്പുറപ്പും കൂട്ടുകാരും കൂടെ നടന്നവരും കൂടെ കിടന്നവരും കയ്യും കാലും കണ്ണും തലച്ചോറും ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനും എതിരാകുന്ന പടച്ചവന്റെ പരലോകത്തിന്റെ മുകളിലൂടെ പച്ചപ്പറവകളെ പോലെ പറന്ന് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആ വിഭാഗം ആരെന്നറിയുവോ? അവര് പറക്കുകയാ, അവര് പറക്കുകയാ. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ മുകളിലേക്ക് അവര് പറന്ന് സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ പോയിരിക്കുമ്പോൾ, സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ പോയിരിക്കുകയാണ്. ആ സമയത്ത് ഖാസിനുൽ ജന്നാ, സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന മലക്കുണ്ടല്ലോ. സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന മലക്കുണ്ടല്ലോ. ആ മലക്ക് ചോദിക്കുകയാണ്, നിങ്ങളാരാ? നിങ്ങളാരാ? പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പറവകളെ പോലെ പറന്നു വരുന്ന നിങ്ങളാരാട്? ഹൽ റഅയ്തു ഹിസാബ്, ഹൽ റഅയ്തു സിറാത്ത്. ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞു. നിങ്ങൾ നരകം കടന്നിട്ടാണോ വന്നത്? നിങ്ങൾ നരകം കടന്നിട്ടാണോ വന്നത്? നിങ്ങളെ നിന്റെ മക്കളുണ്ടാകില്ല, നിന്റെ വാപ്പയുണ്ടാകില്ല, നിന്റെ ഭർത്താവ് ഉണ്ടാകില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. ആരാരും തിരിഞ്ഞു നോക്കാത്ത ദിവസം പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പറവകളെ പോലെ പറന്നു
പോകുന്ന വിഭാഗം ആരെന്നറിയുവോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ നാളെ പടച്ചവന്റെ പരലോകത്തിലെ ഭാഗ്യവാരാട് പറവകളെ പോലെ പറക്കണ്ട വാപ്പാ. കോടികൾ സമ്പാദിച്ചു വെച്ചിട്ട് നിനക്കെന്ത് കിട്ടാരോ? എന്റെ പ്രിയമുള്ളവരെ, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി നിനക്കറിയാമല്ലോ നിന്റെ മക്കളെ നീ വളർത്തിയത് എങ്ങനെയാണ്? ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു വിട്ടതിന്റെ വേദന നിനക്കറിയുമല്ലോ, അതിന്റെ പ്രയാസം നിനക്കറിയുമല്ലോ. രണ്ട്, പരലോകത്ത് കൂടെ പറന്ന് പടച്ചവന്റെ സ്വർഗത്തിലെത്തുകയാ. മൂന്ന്, പെങ്ങളെ വലക്കാഹ് നളറതം വസുറൂറാ. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, പടച്ചവന്റെ സ്വർഗത്തിലൊരു വിഭാഗമുണ്ട്. അവര് രാവിലെയും വൈകിട്ടും അല്ലാഹനെ കാണുന്നവരോ. പ്രബോധത്തിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിനെ കാണുന്ന ഒരു വിഭാഗമുണ്ട്. യൗമഇദിൻ നാദിറാ ഇലാ റബ്ബിഹാ നാദിറാ. കാണണ്ടേ പെങ്ങളെ, അല്ലാഹനെ കാണണ്ടേ മോളെ, അല്ലാഹനെ നിന്റെ കണ്ണുകൊണ്ട് കാണണ്ടേ പെങ്ങളെ. എന്റെ പ്രിയമുള്ളവരെ, നിർത്തുകയാ. ഒരു ചെറിയ സദക്ക നിങ്ങളോട് ചോദിക്കുകയാ. പെങ്ങളെ, ഒരു പെണ്ണിന്റെ വേദന നിനക്കറിയാ? ഒരു പെണ്ണിന്റെ വേദന എന്താണെന്ന് നിനക്കറിയാ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, കൊടുക്കുമോള്. സ്വർഗം വേണ്ടേ പെങ്ങളെ? സ്വർഗം വേണ്ടേ പെങ്ങളെ? നിന്റെ ഉമ്മ എന്തുകൊണ്ട് പോയി പൊന്നുമോള്? നിന്റെ വാപ്പ എന്തുകൊണ്ട് പോയി പൊന്നുമോള്? ആര് പോയാലും ഒന്നും കൊണ്ടുപോകില്ല. പക്ഷേ നീ വെറും കൈയോടെ പോകല്ലേ. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് വെള്ളിയാഴ്ച രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ശരീരം ഉയർത്തുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാകണ്ടേ പൊന്നു പെങ്ങള്. പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് എന്റെ പ്രിയമുള്ളവരെ സ്വർഗമാ വലുത്. പണമല്ല വലുത്, റബ്ബിന്റെ സ്വർഗമാ വലുത്. കോടികൾ കൊടുത്താ കിട്ടൂല വാപ്പാ. കോടികൾ കൊടുക്കാമെന്ന് പറഞ്ഞാ കിട്ടൂല പെങ്ങള്. എന്റെ പെങ്ങളെ, സ്വർണ്ണമിടാത്തവര് പെണ്ണ് പോലുമില്ല. എന്റെ പൊന്നുമോളെ, എന്റെ ഉമ്മ, ഇനി നീ സ്വർണ്ണമിട്ടിട്ട് നിനക്കെന്ത് കിട്ടാരാ? എപ്പോഴാണ് മരണം വരുന്നതെന്ന് കാത്തിരിക്കുന്ന നിനക്കെന്തിനാ സ്വർഗം? നിനക്ക് സ്വർഗം കാണണ്ടേ പെങ്ങളെ? 50 വർഷത്തെ പാപം പുറത്തു തരുന്ന ചെറിയ സൂറത്തോതിയിട്ട് റബ്ബിന്റെ മുന്നിൽ ദുആ ചെയ്ത് പിരിയുകയാ പൊന്നുമോളെ. കൊടുത്തുകൂടെ പെങ്ങളെ? ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് നിന്നെ കാരണം ഒരു ജീവിതമുണ്ടാകട്ടെ. എന്റെ പ്രിയമുള്ളവരോടൊരു ചെറിയ സദക്ക ചോദിക്കുകയാ. അല്ലാഹുവേ, കരുണയുള്ള അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, മാലിക്കായ അല്ലാഹ്, മുലൂക്കായ അല്ലാഹ്, രക്ഷാധികാരിയായ അല്ലാഹ്, സർവചരാചരങ്ങളെയും പരിപാലിക്കുന്ന അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല തമ്പുരാരെ. അല്ലാഹുവേ, ഇരിക്കുന്ന ആയിരക്കണക്കിന് അടിമകളിൽ സ്വർഗത്തിന്റെ അവകാശികളെ നീ തെരഞ്ഞെടുക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ അവകാശികളെ നീ തെരഞ്ഞെടുക്കണേ അല്ലാഹ്. കൊടുക്കാനുള്ള മനസ്സ് ഇവരിൽ നീ നൽകണേ അല്ലാഹ്. ഈ സദസ് അതിനൊരു സബബാക്കണേ റബ്ബേ. മൂന്ന് പ്രതിഫലം. ഒന്ന്, മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കും. 2, പരലോകത്ത് കൂടെ പറന്ന് സ്വർഗത്തിൽ പോകും. 3, അള്ളാഹുവിനെ രാവിലെയും വൈകിട്ടും കാണാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.
അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 99 പേരുകളിൽ ചില പേരുകൾ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ കാണാം, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരുകൾ ഖുർആൻ പറഞ്ഞു തരുന്നു. എന്റെ പ്രിയമുള്ളവരെ, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ശാഹിദാ, മുഹമ്മദ് ശാഹിദ് എന്ന പേരുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരാണ്. പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ പേരാണ് മുഹമ്മദ് ശാഹിദ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വശാഹിദാ മുബസ്സിർ എന്ന പേരുണ്ടല്ലോ, മുഹമ്മദ് മുബസ്സിർ എന്ന പേര് ഖുർആൻ പറഞ്ഞ പേരാണ്. നദീർ എന്ന പേരുണ്ടല്ലോ, മുഹമ്മദ് നദീർ എന്ന പേര്, മുഹമ്മദ് ദാഴി എന്ന പേര്. എന്റെ പ്രിയമുള്ളവരെ, ഈ പേരുകൾ മുഴുവനും അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്. സിറാജ് എന്ന പേരുണ്ടല്ലോ, സിറാജ് എന്ന പേര് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരാണ്. പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ പേരാണ് സിറാജ്. മുനീർ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരുകളാണ്. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരുകൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ആ പേരുകൾക്കിടയിൽ ഒരു പേര് കാണാം, മുബസ്സിറൻ വനദീറാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ 99 പേരുകളിൽ ഒരു പേരാണ് മുന്നറിയിപ്പുകാരൻ, താക്കീതുകാരൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ മുന്നറിയിപ്പുകാരനായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് മുന്നറിയിപ്പുകൾ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് ഒരുപാട് മുന്നറിയിപ്പുകളെ കുറിച്ച്, ഒരുപാട് താക്കീതുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുന്നു. 12 താക്കീതുകളാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ 114 സൂക്തങ്ങൾ ഞാനും നിങ്ങളും ഓതി നോക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, 6666 ആയത്തുകള് ഞാനും നിങ്ങളും ഓതി നോക്കുമ്പോ അതിനകത്ത് അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് തരുന്ന താക്കീതുകൾ 12 എണ്ണമാണ്. 12 താക്കീതുകളാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്നത്. നിസാരമായി തള്ളിക്കളയല്ലേ, നിസാരമായി തള്ളിക്കളയല്ലേ. എന്റെ പ്രിയമുള്ളവരെ, ആഖിബത്ത് പോലും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ഈ പറയുന്ന താക്കീതുകൾ. നമ്മൾ നിസാരമായി തള്ളിക്കളഞ്ഞാൽ നമ്മുടെ അവസാനം വല്ലാതെ മോശമാവുകയാണ്. അവസാനം റബ്ബിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിന്റെ കുണ്ടാരത്തിൽ കടന്നു ഞാനും നിങ്ങളും ഉരുകേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു തരുമ്പോൾ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തന്ന ഒന്നാമത്തെ താക്കീത് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തന്ന ഒന്നാമത്തെ താക്കീത് ഏതാ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്നാമതായി പറഞ്ഞു തരുന്ന താക്കീത് ഏതെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവര്, നിങ്ങൾ അല്ലാഹുവിനെ പങ്കു ചേർക്കല്ലേ, നിങ്ങൾ ശിർക്ക് ചെയ്യാൻ പാടില്ല, നിങ്ങൾ അല്ലാഹുവിനോട് പങ്കു ചേർക്കാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആൻ നമുക്ക് താക്കീത് നൽകുമ്പോൾ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ളവർ ചിന്തിക്കും, ഉസ്താദ് എന്തിനാണ് ഈ മുസ്ലിമീങ്ങളായ അല്ലാഹുവിനെ വിശ്വസിക്കുന്ന 5 നേരം നിസ്കരിക്കുന്ന ഖുർആൻ ഓതുന്ന ദിക്റുകൾ പറയുന്ന സലാത്തുകൾ പറയുന്ന സൽക്കർമ്മം ചെയ്യുന്ന അല്ലാഹുവേ ഞങ്ങളോട് എന്തിനാണ് പടച്ചവനെ പങ്കു ചേർക്കാൻ പാടില്ല, റബ്ബിനോട് ശിർക്ക് ചെയ്യാൻ പാടില്ലെന്ന് എന്തിനാ പറഞ്ഞു തരുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. എന്റെ പ്രിയമുള്ളവരെ, ഏതാ ഉസ്താദന്മാരിപ്പുണ്ടല്ലോ, എല്ലാ ഉസ്താദന്മാരും ഇൽമു പഠിക്കാൻ തുടങ്ങുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ പഠിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ഹദീസിന്റെ കിതാബുകൾ ബുഖാരിയും മുസ്ലിമും എന്റെ പ്രിയമുള്ളവരെ മിസ്കാത്തുമെല്ലാം പഠിക്കാൻ തുടങ്ങുമ്പോ ഒന്നാമതായി പഠിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ശദീദു ബയാലി സിയാബ്.
കിതാബ്. ഒന്നാമതായി പഠിക്കുന്ന ഹദീസ് ഏതെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ അനുചരന്മാരും ഇരിക്കുമ്പോ ഒരു മനുഷ്യൻ നടന്നു വരികയാണ്. വെള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ആ മനുഷ്യനെ ഇന്ന് വരെ ഒരാളും കണ്ടിട്ടില്ല. ആ മനുഷ്യനാ നാട്ടുകാരനല്ല, യാത്രക്കാരന്റെ ഒരു അടയാളവുമില്ല. ഈ മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് തന്റെ കാലിന്റെ മുട്ടുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിന്റെ മുട്ടിനോട് ചേർത്ത് വെക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലിന്റെ തുടയില് രണ്ട് കൈ കൊണ്ടടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, നബിയേ മനിൽ ഈമാൻ, വിശ്വാസമെന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസമെന്ന് പറഞ്ഞാൽ എന്താ? പാതിരാത്രി ഒരുമിച്ച് കൂടി എല്ലാവർക്കും അറിയാം ഈമാൻ കാര്യങ്ങൾ ആറെണ്ണമാണ്. ഒന്ന് അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കല്, അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കല്, അല്ലാഹുവിന്റെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കല്, അല്ലാഹുവിന്റെ മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കല്, അന്ത്യദിനത്തിനെ കൊണ്ട് വിശ്വസിക്കല്. എന്റെ പ്രിയമുള്ളവരെ, നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നതെന്ന് വിശ്വസിക്കല്. ഈ ആറ് കാര്യങ്ങൾക്കാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ ആറ് കാര്യങ്ങളിൽ 5 എണ്ണമുണ്ടല്ലോ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി എല്ലാവർക്കും അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, അല്ലാഹുവിന്റെ മലക്കുകളിൽ വിശ്വാസമുണ്ട്, അല്ലാഹുവിന്റെ കിതാബിൽ വിശ്വാസമുണ്ട്, അല്ലാഹുവിന്റെ മുർസലീങ്ങളിൽ വിശ്വാസമുണ്ട്, അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ട്. ഒരു ദിവസം ഈ പ്രപഞ്ചം തകരുമെന്ന് ഈ സദസ്സിൽ ഇരിക്കുന്ന എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ആറാമത്തെ കാര്യമുണ്ടല്ലോ, വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ആറാമത്തെ ഒരു കാര്യമുണ്ടല്ലോ, നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത്. ദുഃഖവും സന്തോഷവും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാ വരുന്നത്. ഇത് വിശ്വസിക്കാൻ നമ്മളിൽ പലർക്കും മടിയാട്. ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കടങ്ങളും നഷ്ടങ്ങളും പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി ജീവിതത്തിലേക്ക് ദുഃഖങ്ങൾ മാത്രം കടന്നു വരുമ്പോൾ, വീടിനകത്ത് തമ്മിലടിയാകുമ്പോ, വീട്ടിലുള്ളവരെ മരണപ്പെടുമ്പോ, കച്ചവടം മുഴുവനും നഷ്ടത്തിലാകുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മളിൽ പലരും പറയുന്ന ഒരു വാക്കുണ്ട്, നമുക്ക് വിശ്വസിക്കാൻ മടിയാട്. ജീവിതത്തിലെ ദുഃഖങ്ങൾ മുഴുവനും കടന്നു വരുമ്പോൾ, ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും കടന്നു വരുമ്പോ, രോഗങ്ങൾ പിടിക്കുമ്പോ, കടങ്ങളുണ്ടാകുമ്പോ, കച്ചവടം നഷ്ടത്തിലാകുമ്പോ, ഞാനും നിങ്ങളും ചിലപ്പോൾ പറയാറുണ്ട്, ആരോ എനിക്ക് കൂടോത്രം ചെയ്തു വെച്ചിരിക്കുകയാ, ആരോ മന്ത്രവാദം ചെയ്തു വെച്ചിരിക്കുകയാണ്, ഞാൻ നശിക്കുന്നതിന് വേണ്ടി എന്റെ അയൽവാസി എന്തോ മന്ത്രവാദം ചെയ്തു വെച്ചിരിക്കുകയാ. വിശ്വസിക്കാൻ മടിയാണ്. ഇത് പടച്ചവന്റെ തീരുമാനമാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഇതാരോ എന്തോ ചെയ്തു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രവാദികളുടെ മുന്നില്, ജ്യോതിശാലയങ്ങളുടെ മുന്നില്, വെറ്റ നിരത്തുന്നവന്റെ മുന്നില്, ഉസ്താദന്മാരുടെ മുന്നില്, എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഓടി നടക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അത് പടച്ചവന്റെ തീരുമാനമാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 4 മാസം പ്രായമായപ്പോ, ഞാനും നിങ്ങളും ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 4 മാസം പ്രായമായപ്പോ അല്ലാഹു ഒരു മലക്കിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഈ മലക്കിന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ തലച്ചോറിൽ ആ മലക്ക് എഴുതി വെച്ചിട്ടുണ്ട്, പൊന്നുമോനെ, നീ എത്ര വയസ്സ് വരെ ഈ ദുനിയാവിൽ ജീവിക്കും ചെറുപ്പക്കാരാ? പൊന്നുമോനെ, നിന്റെ ഭാര്യ ഇതാ, നിന്റെ ഭർത്താവിതാ, നിന്റെ മക്കളിതാ. നീ തിന്നേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ പോലും അല്ലാഹു പേരെഴുതി വെച്ചിരിക്കുകയാണ്. ആ മലക്ക് സർവ്വത് എഴുതി വെച്ചിട്ടുണ്ട്. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 4 മാസം പ്രായമായപ്പോഴ് ഈ മലക്കെല്ലാം എഴുതി വെച്ചിരിക്കുകയാണ്. ഇത്ര വയസ്സ് വരെ നീ ജീവിക്കും, ഇന്ന സ്ഥലത്ത് കിടന്ന് നീ മരണപ്പെടും, ഇന്ന സ്ഥലത്ത് നിന്നെ കബറടക്കും, മരിക്കുന്ന
സമയത്ത് മുസ്ലിമായിട്ടാണോ മരിക്കുന്നത്, കാഫിറായിട്ടാണോ മരിക്കുന്നത്, എല്ലാം ഈ മലക്കെഴുതി വെച്ചിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആരുടെ മുന്നിൽ ഓടി നടന്നിട്ടും കാര്യമില്ല, എവിടെയെല്ലാം പോയി പരാതി പറഞ്ഞിട്ടും കാര്യമില്ല. ഇതെല്ലാം പടച്ചവന്റെ തീരുമാനമോ. നിന്റെ ഭാവി പറയാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. ഈ പ്രപഞ്ചത്തിലുള്ള ഒരു ഉസ്താദിനോ ഒരു തങ്ങൾക്കോ ഒരു ഔലിയായിനോ ഒരു പ്രവാചകനോ ഒരു മനുഷ്യന്റെ ഭാവി പറയാ കഴിയില്ല. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിന്റെ അവസാനം എടുത്തു നോക്ക്. 5 കാര്യങ്ങൾ അല്ലാഹല്ലാതെ ലോകത്തൊരു മനുഷ്യനും അറിയില്ല. അല്ലാഹുവിന്റെ ഈ പ്രപഞ്ചത്തില് 5 കാര്യങ്ങൾ അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും പറയാൻ കഴിയില്ല. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ. ആ 5 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഏതെന്നറിയുവോ? ഈ പ്രപഞ്ചമെന്നാണ് തകരുന്നത്, ലോകം അവസാനിക്കുന്നതെന്നാണ്. ഒരു വെള്ളിയാഴ്ചയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഏത് വെള്ളിയാഴ്ചയാണ്, ഏത് വർഷമാണ്, ഏത് മാസമാണ് പറയാൻ നമ്മളെ കൊണ്ട് കഴിയൂല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ. ഈ പ്രപഞ്ചം എന്നാണ് തകരുന്നതെന്ന് അല്ലാഹുവിനല്ലാതെ ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യനും പറയാൻ കഴിയില്ല. 2 വയുനസിലുൽ ഗൈസാ. മഴയപ്പടാ പെയ്യുന്നത്, മഴയപ്പടാ പെയ്യുന്നത് അത് പടച്ചവനല്ലാതെ ഒരാൾക്കും പറയാൻ കഴിയില്ല. മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാനല്ലാതെ ഇന്ന സമയത്ത് മഴ പെയ്യുമെന്ന് പറയാൻ ആരെ കൊണ്ടും കഴിയില്ല. ഖുർആൻ മൂന്നാമതായി പറയുന്നു, വയഅലമു മാ ഫിൽ അർഹാം. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞുണ്ടല്ലോ, ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞ് ആണാണോ പെണ്ണാണോ, ആ കുഞ്ഞിന്റെ അവസ്ഥയെക്കുറിച്ച് ഒരാൾക്കും പറയാൻ കഴിയില്ല. 4 മാസം കഴിഞ്ഞാലേ ശാസ്ത്രത്തിന് പറയാൻ കഴിയൂ. 4 മാസത്തിന് മുമ്പ് ഈ ലോകത്ത് ഒരാൾക്കും പറയാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ നാലാമതായി പറയുകയാണ്, വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. ഒരു മനുഷ്യന് നാളെ എന്ത് സംഭവിക്കും, അടുത്ത സെക്കൻഡിന് എന്ത് സംഭവിക്കും, ഒരു മനുഷ്യന്റെ ഭാവി പറയാ ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യനെ കൊണ്ടും കഴിയില്ല, ഒരു പ്രവാചകനെ കൊണ്ടും കഴിയില്ല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ മാത്രം അറിയുന്ന നാലാമത്തെ കാര്യമാണ് വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. ഏത് ജ്യോതിശാലയത്തിന്റെ മുന്നിൽ പോയാൽ, എത്ര വലിയ കൊടും മന്ത്രവാദികളുടെ മുന്നിൽ പോയാൽ, പൊന്നുമോളെ നിനക്ക് നാളെയുണ്ടാകുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു തരാൻ കഴിയില്ല. 5ാമത്തെ കാര്യം ഏതെന്നറിയുമോ? വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. ഒരു മനുഷ്യൻ എവിടെ കിടന്നാ മരിക്കുന്നത്, ഒരു മനുഷ്യൻ എവിടെ കിടന്ന് എപ്പോഴും മരിക്കുമെന്ന് പറയാ, എവിടെ കബറടക്കുമെന്ന് പറയാ. അല്ലാഹുവിനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരാളെ കൊണ്ടും കഴിയില്ലെന്ന് ഖുർആൻ പറയുമ്പോൾ, പാതിരാത്രി കടന്നു വന്ന എന്റെ പ്രിയമുള്ളവര്, ദുഃഖങ്ങളും ദുരിതങ്ങളും കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതാണ്. അല്ലാഹു തന്നെയല്ലേ പറഞ്ഞത്, പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്, അല്ലാഹു തന്നെ പറയുകയാണ്, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീ. അല്ലാഹു തന്നെ പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീ. എടാ മനുഷ്യ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് നിനക്കറിയോ? ഒരു തുള്ളി ബീജത്തിൽ നിന്ന് നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് നിന്നെ പരീക്ഷിക്കാനാണോ? നിന്നെ ദുനിയാവിലേക്ക് വിട്ടിരിക്കുന്നത് വെറുതെയല്ല, നിന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാണ്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഇന്നകും ഇലൈനാ ലാ തുർജഊൻ. നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന്
ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ലടാ. അഫഹസിബതും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും. അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാ, അഫഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗം നിനക്ക് വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നോ ചെറുപ്പക്കാരാ? സ്വർഗ്ഗത്തിന് വെറുതെ അങ്ങ് പോകാമെന്ന് കരുതുന്നോ പൊന്നുമോള്? ഇല്ല പൊന്നുമോള്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അഫഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും. നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും എല്ലാം അനുഭവിക്കാതെ നിനക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയില്ല. എല്ലാം അനുഭവിക്കേണ്ടി വരും. നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങൾ മുഴുവനും നിനക്ക് നേരിടേണ്ടി വരും. നിന്നെ ഞാൻ സൃഷ്ടിച്ചത് പരീക്ഷിക്കാൻ വേണ്ടിയാ. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, എങ്ങനെയാണ് എന്റെ അടിമയെ ഞാൻ പരീക്ഷിക്കുന്നതെന്നറിയുവോ? പാതിരാത്രി കിടന്നു വന്നങ്ങള്, പാതിരാത്രി കിടന്നു വന്നവര് ദുഃഖങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോ നീ വിചാരിക്കുന്നു എന്നോട് റബ്ബിന് ദേഷ്യമുള്ളത് കൊണ്ടാ പടച്ചവൻ എനിക്കത് തന്നതെന്ന്. അല്ല ചെറുപ്പക്കാരാ, അല്ല പെങ്ങള്, അല്ലാഹു നിനക്ക് ദുഃഖം തന്നത് നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാ, അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് സ്വർഗം നിർബന്ധമാണ്. ആ അടിമകൾക്ക് സ്വർഗം നിർബന്ധമാണ്. 30, 40, 50 കൊല്ലം അവൻ ജീവിക്കുകയാ. 30, 40, 50 കൊല്ലം ജീവിച്ചിട്ട് സ്വർഗത്തിൽ പോകാനുള്ള ഒരു അമലും ആ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. പക്ഷേ സ്വർഗം നിർബന്ധമാ. അവസാനം അല്ലാഹു അവന് സ്വർഗം കൊടുക്കാ ചെയ്യുന്നത് എന്തെന്നറിയുവോ? അല്ലാഹു അവന് മാരക രോഗങ്ങൾ കൊടുക്കുകയാണ്. പടച്ചവന് ക്യാൻസർ കൊടുക്കുകയാണ്. അവന്റെ കൈകാലുകൾ മുറിച്ചു മാറ്റുകയാണ്. അവന്റെ മക്കളെ മരിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നഷ്ടങ്ങൾ മാത്രം കൊടുക്കുകയാ. എല്ലാം കൊടുത്തിട്ട് അല്ലാഹു അവനെ കൊണ്ട് ശമിപ്പിക്കുകയാണ്. എന്നിട്ട് അതിനു പകരം അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ അല്ലാഹു എങ്ങനെയാ പരീക്ഷിക്കുന്നതെന്നറിയുവോ? അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ അല്ലാഹു പരീക്ഷിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? അതും ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അതും അല്ലാഹു തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണം എന്തെന്നറിയുമോ? അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണം എന്തെന്നറിയുമോ? വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനക്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസമറാത്ത് വബശിരി സാബിരീൻ. അല്ലാഹ് പറയുന്നത്, അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണം എന്തെന്നറിയുമോ? പാതിരാത്രി ഒരുമിച്ച് കൂടിയവര്, അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണങ്ങൾ വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. അല്ലാഹു ഭയം കൊടുക്കുകയാ. അല്ലാഹു വിശപ്പ് കൊടുക്കുകയാ. അല്ലാഹു കഷ്ടപ്പെടുത്തുകയാ. അവന്റെ സമ്പത്തുകൾ നഷ്ടപ്പെടുത്തുകയാ. അവന്റെ കച്ചവടങ്ങൾ നഷ്ടപ്പെടുത്തുകയാ. അവന് മാരക രോഗങ്ങൾ കൊടുക്കുകയാണ്. സ്വന്തം മക്കളുടെ മയ്യത്ത് വാപ്പയെ കൊണ്ട് കുളിപ്പിക്കും. ആ വാപ്പയെ കൊണ്ട് തന്നെ പൊന്നുമക്കളുടെ മയ്യത്ത് കബറടപ്പിക്കും. എന്നിട്ട് അല്ലാഹു പരീക്ഷിക്കുമെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്,